വീണു. അങ്ങനെ അദ്ദേഹം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച വ്യക്തി അങ്ങനെ അദ്ദേഹം ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇവിടെ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വിടണം. കാരണം ഇനി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ മുങ്ങിച്ചാവാൻ പോവാണ്, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടുകൂടി നിന്ന സമയത്ത് അതാ ഒരു ബോട്ടിൽ ഒരു മുക്കുവന്മാരിങ്ങനെ വരികയാണ്. മുക്കുവന്മാര് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞങ്ങൾ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഗോഡ് വിൽ ഹെൽപ്പ് മീ, ദൈവം എന്നെ വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മുങ്ങിത്താങ്ങുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ, ഞാൻ എത്രയോ കാലം അങ്ങയെ ആരാധിച്ചുകൊണ്ടിരുന്നു, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വേറെയും വന്നു. അവര് പറഞ്ഞു, രക്ഷപ്പെടുത്തണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എന്റെ ദൈവം എന്നെ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് വലിയൊരു കപ്പലിൽ ഒരു സഞ്ചാരികൾ വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെടുത്തട്ടെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വേണ്ട, ദൈവം എന്നെ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മുങ്ങി മരിച്ചു. അങ്ങനെ മരണശേഷം അദ്ദേഹം ദൈവത്തിന്റെ അടുത്തെത്തി. സ്വാഭാവികമായിട്ട് ദൈവത്തിനോട് അദ്ദേഹത്തിന് പിണക്കുണ്ടാവും. ദൈവത്തിനോട് അദ്ദേഹം മിണ്ടിയില്ല. അങ്ങനെ ദൈവം ചെന്നു, എന്താണ് ഈ എന്തിനോട് മിണ്ടാത്തെന്ന് ചോദിച്ചു. ഇതൊക്കെ ഒരു സാങ്കല്പിക കഥ മാത്രമാണ്, പക്ഷെ ഇതിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം ചോദിച്ചു, എന്താ മിണ്ടാത്തെന്ന് ചോദിച്ചു. ദൈവത്തിനോട് പറഞ്ഞു, എത്രയോ കാലം, ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഞാൻ നിന്നോട് മാത്രമാണ് ആരാധിച്ചത്. അത്രയും നിനക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോലും എന്നെ രക്ഷിക്കാൻ ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കാൻ നീ വന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? 3 ആളുകളെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ചു. ആദ്യം മുക്കുവന്മാരുടെ രൂപത്തിൽ അയച്ചു, രണ്ടാമത് വേറൊരു ബോട്ടിന്റെ രൂപത്തിൽ അയച്ചു, മൂന്നാമത് യാത്രക്കാരുടെ രൂപത്തിൽ ഞാൻ അയച്ചു. പക്ഷെ നീ അതിൽ കൈ പിടിച്ചില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നമുക്ക് രക്ഷപ്പെടുത്താനുള്ള അവസരമേ നമ്മുടെ കയ്യിൽ തരുള്ളൂ. ആ അവസരം നമ്മൾ ഇവിടെ മുറുകെ പിടിക്കാന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ വഴി ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു അവസരം, ആ ഒരു മേഖല ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖലയെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ ഇവിടെ അറിയാൻ പോകുന്നത്. ആ മേഖലയെ കുറിച്ച്, ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുള്ള ആ മേഖലയെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഈ ഒരു കമ്പനിയിൽ പ്രവാസിയായിരിക്കും, ഈ ഒരു കമ്പനിയിൽ നിന്ന് ഈ ഒരു മേഖലയെ കുറിച്ച് അറിയുകയും ചെയ്യുകയും ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റൌഫ് സാറിനെ ഞാൻ ഈ ഒരു മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. റൌഫ് സാർ, പ്ലീസ് വെൽക്കം. Thank you so much, Fawaz sir. Good evening, all of you. It's me, Abdur Rauf. മലപ്പുറം ജില്ലയിലാണ് സ്വദേശം. ഇന്ന് നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും ഒന്ന് കാണട്ടെ. കാരണം 150ഓളം ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. ദൈവത്തിന്റെ അപാരമായ സഹായം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ ഒരു അവസരത്തെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ദൈവം നിങ്ങൾക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്. 150ഓളം പേര് പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ കാണാൻ കഴിയും ഞങ്ങൾക്കത്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ടീം RK നടത്തുന്ന ഈ ഒരു മെഗാ VOPയിലേക്ക് ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫവാസ് സാർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അപാരമായിട്ടുള്ള സഹായം നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് എന്നറിയില്ല. നിങ്ങളെ ദൈവം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം എന്തോ ഒന്ന് വലിയത് കാത്തുവെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈകിയ വേളയിൽ തിങ്കളാഴ്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ച് കൂടാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒരു സൂം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ കണക്ട് ആയിട്ട് ലോകമൊട്ടുക്കുമുള്ള ആളുകൾക്ക് ഒരു അവസരത്തെക്കുറിച്ച് കേൾക്കാൻ ദൈവം നമുക്കൊരു സഹായം തന്നിട്ടുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളുടെ സമയത്തെ വെറുതെ കളയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഫവാസ് സാർ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന, എൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഒരു യഥാർത്ഥ ഒരു ബിസിനസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. നിങ്ങളെ ഒരിക്കൽ കൂടി വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അനന്ത സാധ്യതകളുടെ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും മാന്യമായിട്ട് പണിയെടുത്ത് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ആളുകൾ തന്നെയാണ്.
ആരും പണിക്കൊന്നും പോവാതെ വെറുതെ മടി പിടിച്ച് കിടക്കുന്ന ആളുകളൊന്നല്ല. എന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ആളുകളുണ്ട് അവരവരുടെ ലാബിലിറ്റീസ്, കടങ്ങൾ വീട്ടാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ആളുകളുണ്ട്. കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു വാഹനം മേടിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കുറവ് നമുക്ക് വരുന്നില്ലേ? അല്ലെ? കഷ്ടപ്പെടാഞ്ഞിട്ടോ അധ്വാനിക്കാത്തോ അല്ല നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം നിങ്ങളോട്. ഇദ്ദേഹമാണ് മൊണ്ടാക് ആൽവാല എന്ന് പറയുന്ന, ആൽവാലിയ എന്ന് പറയുന്ന നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഓരോ വർഷം കഴിയുമ്പോഴും, അഥവാ എവറി ഇയറിൽ 35% ഇൻക്രീസ് ഇൻ ലിവിംഗ് കോസ്റ്റ് ആണ്. നമ്മുടെ നിലവിലുള്ള ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മളെടുത്ത് കാണാതെ പോകുന്നത്. നമ്മൾ അധ്വാനിക്കാത്തതുകൊണ്ടോ കഷ്ടപ്പെട്ട് സമ്പാദിക്കാത്തതുകൊണ്ടോ അല്ല. നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് സമയം അധ്വാനിച്ച പൈസ ഓരോ വർഷം നമ്മുടെ കയ്യിൽ നിന്നും വലിയ രീതിയിൽ ചെലവായി പോകുന്നുണ്ട്. അതിന്റെ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ 35% എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ഒരു എക്കണോമിക് സർവേ ഞാൻ ഇവിടെ കാണിക്കാം. 1940 കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടുകുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 10 രൂപ മാത്രം മതിയായിരുന്നു. വലിയൊരു കൂട്ടുകുടുംബം 1940 കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ ഒരു 10 രൂപ മതിയായിരുന്നു. ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 1960 വന്നപ്പോൾ അത് 100 രൂപയിലേക്ക് എത്തി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഓരോ പോയിന്റുകളും. 1980 പിന്നെ 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 1000 രൂപയിലേക്ക് എത്തി. 2000 വർഷമായപ്പോഴേക്കും അത് 10,000 രൂപയിലേക്ക് എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? മൈ ഡിയർ ഫ്രണ്ട്സ്, 2020 ആയപ്പോ ഒരു കൂട്ടുകുടുംബം ഒഴിവായിട്ട് ഒരു അണുകുടുംബത്തിന് ജീവിക്കണമെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ നമുക്ക് ചെലവുണ്ടാവും. ക്വാളിറ്റി ജീവിക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവുണ്ടായിരിക്കും. നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ, ടാക്സിൽ വന്ന മാറ്റങ്ങൾ, നികുതിയിൽ എല്ലാത്തിലും വന്ന മാറ്റങ്ങൾ നമ്മുടെ ലോക്കൽ എക്കോണമിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2020 നമ്മളുണ്ട്, ഒരു 2040 ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര ലക്ഷം രൂപ നമുക്ക് വരുമാനമായിട്ട് വേണ്ടി വരും? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ചെയ്താൽ നമുക്ക് അതിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? എന്റെ പ്രിയപ്പെട്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നത് ഒരു 4 മേഖലയിലാണ്. എല്ലാ ആളുകളും വരുമാനം ഉണ്ടാക്കുന്നത്, നമ്മുടെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് 4 മേഖല. ഒന്ന് അഗ്രികൾച്ചർ, കൃഷി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൃഷിയിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഉൽപ്പാദിപ്പിക്കാനുള്ള പൈസ കൂടുകയും ഉൽപ്പന്നത്തിന്റെ വിലയിടിവും ശരിക്കും കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പാരന്റ്സും സ്വന്തം മക്കളെ കൃഷിയിടത്തിലേക്കോ കൃഷിക്കോ പറഞ്ഞയക്കില്ല. കാരണം അതിൽ വലിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാനോ വരുമാനം ഉണ്ടാക്കാനോ കഴിയില്ല. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യമാണ്, ഇല്ലെങ്കിൽ ഞാൻ പണിക്കോ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. ഒരു എംപ്ലോയ്മെന്റ് സെക്ടറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചിന്തിക്കണം, ഓരോ വർഷവും 1,60,00,000 വിദ്യാർത്ഥികൾ പഠിച്ച് ജോലിക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. എത്ര പേർക്ക്, ഗവൺമെന്റിനാകട്ടെ പ്രൈവറ്റ് സെക്ടറിനാകട്ടെ, എത്ര പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? എത്രയോ ആളുകൾ MBA, BBA, BTech, MTech ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഷോപ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലും ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുണ്ട്. വർക്ക് എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ഇപ്പൊ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ പറയും, നമുക്ക് നേരെ ഒരു വിസ എടുത്ത് അങ്ങ് ഗൾഫിലേക്ക് പോയാൽ പോരെ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോട് 100% പറയും പോവല്ലേ എന്നുള്ളത്. കാരണം 10 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്രവാസത്തിലായിരുന്നു, ഇപ്പൊ ഞാൻ നാട്ടിലാണ്. എല്ലാ ഗൾഫ് മേഖലയിൽ നിദാഖാത്ത് എന്ന് പറയുന്ന വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, അഥവാ സ്വദേശീവൽക്കരണം. ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്വദേശീവൽക്കരണം നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി നിദാഖാത്ത് ഉണ്ടായിരുന്നു, UAE സ്വദേശീവൽക്കരണം, ഒമാനും ഖത്തറും ഇവരെല്ലാവരും സ്വദേശീവൽക്കരണത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പോയതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് പോരും. നിങ്ങളൊന്ന് നോക്കുക, വിസിറ്റിങ്ങിന് പോയ എത്ര പേര് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള. ജോലി കൊടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് അവിടെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ ആളുകളും യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. അവിടെയും
പല നിയമങ്ങൾ വന്ന് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അബ്രോഡ് എന്ന് പറയുന്ന സ്വപ്നവും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വീട്ടിലിരിക്കുന്ന സ്വത്ത് വിറ്റിട്ടോ വൈഫിന്റെ ഗോൾഡ് വിറ്റിട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നാട്ടിലൊരു ചെറുകിട വ്യവസായം തുടങ്ങാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. നെസ്റ്റോ, ലുലു ഇതുപോലുള്ള വൻകിട സൂപ്പർ മാർക്കറ്റുകളുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ, യാതൊരു കുഴപ്പമില്ല. ജിമാർട്ട് പോലുള്ള അല്ലെങ്കിൽ നെസ്റ്റോ പോലുള്ള വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ഇപ്പൊ ഏത് സംസ്ഥാനത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക, ലുലു ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട്, നെസ്റ്റോ അതിന്റെ തൊട്ടടുത്തുണ്ടായിരിക്കും. ഇനി സുഡിയോ പോലുള്ള അങ്ങനെ വലിയ വൻകിട സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു. ചെറുകിട വ്യവസായങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 4 സെക്ടറിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. പക്ഷെ അത് നമുക്ക് കഴിയില്ല, മുന്നോട്ട് പോവാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ എന്ത് ചാൻസ് ഉണ്ട്, എന്തൊരു അവസരമുണ്ട് നമ്മൾ അത് കണ്ടെത്താത്ത കൊണ്ടും അതിനെക്കുറിച്ച് പഠിക്കാത്ത കൊണ്ടായിരുന്നു ഞാനും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുകയല്ല, തുറന്നു കിടക്കുന്നുണ്ട്. നമ്മൾ അത് തീരുമാനമെടുത്ത് കണ്ടെത്താൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി. ഒരു കമ്മ്യൂണിറ്റി കൊമേഴ്സ് ബിസിനസ് നമ്മൾ ആരംഭിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ട. എന്താണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 3 മേഖല. ഈ 3 മേഖലയെ കുറിച്ച് നിങ്ങൾ അറിയണം, കേൾക്കണം. അതിലെ ആദ്യത്തെ ഒന്നാണ് ഇന്റർനെറ്റ്. നമ്മളിപ്പോ 300 പേര് ഒരുമിച്ചിരിക്കുന്നില്ലേ, ഇതിന്റെ സാധ്യത ഒന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഇദ്ദേഹമാണ് ബിൽ ഗേറ്റ്സ്. ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലുണ്ട്, ഇല്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിന് പുറത്താണെന്ന. റേഷൻ കടയിൽ വരെ തമ്പിം ബ്രഷ് കൊടുത്തും മൊബൈൽ OTP വന്നിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അന്നം വരെ മുട്ടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്റർനെറ്റ് നമുക്ക് നിർബന്ധമാണ്. ഇന്റർനെറ്റ് ഇവിടെ മരണം വരെയല്ല, ലോകാവസാനം വരെ ഇന്റർനെറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട എന്ത് മേഖല പ്രവർത്തിക്കുകയാണെങ്കിലും നമുക്കൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. നിങ്ങൾ എത്ര പേര് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മേഖലയുണ്ട്. ഹോസ്പിറ്റൽ, ലാബുകൾ, ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികൾ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത് എത്ര പേർക്ക് അറിയാനാണ്? വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ, വരാതെ നോക്കുക, അല്ലെങ്കിൽ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു വെൽനസ് മേഖലയുണ്ട്. ഇദ്ദേഹമാണ് പോൾ സെയിൻ ബിൽസർ. ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അടുത്ത വരാൻ പോകുന്ന മില്യൺ അല്ല, ബില്യൺ അല്ല, $1 trillion ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു വെൽനസിന്റെ ഒരു വലിയൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങളുടെ ബിസിനസിനെ ഫ്ലറിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു മേഖലയുണ്ട്. വർഷങ്ങളായിട്ട് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ആളുകളുടെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ആളുകളുടെ ജീവിതത്തിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്ന, ട്രഡീഷണൽ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് നീതി ആയോഗിന്റെ ആസൂത്രണ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്ത് IAS എന്ന് പറയുന്നത്. മുൻ കോഴിക്കോട് കളക്ടർ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആരെ കുറിച്ച് എന്ന് പറയുമോ? ഡയറക്റ്റ് സെല്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ദ ഡയറക്റ്റ് സെല്ലേഴ്സ് പ്രൊഫഷണൽസ് ആർ ഡൂയിങ് വെരി റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ. ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണ്? യു ആർ എക്കണോമിക്സ് ഡ്രൈവേഴ്സ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നിങ്ങളാണ്. വി ആർ റെസ്പെക്ട് യു എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്സിനെ കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ GST, ഏറ്റവും കൂടുതൽ ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിലേക്ക് റവന്യൂ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല. ഈ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറിയിട്ട് ഒരു ക്വാളിറ്റി ലൈഫ് നിങ്ങളിലേക്ക് വരും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് 3 കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടുകയാണെങ്കിലോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ? ആ ഓപ്പർച്യൂണിറ്റി, 3 അവസരങ്ങളും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയും ഇന്റർനെറ്റിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കമ്പനി. 2014 ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ കമ്പനിയുടെ ഓൺ ടവർ ആണ്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും റെന്റഡ് ഓഫീസ് ഉള്ള കാലത്ത് സ്വന്തമായിട്ട് ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ഓഫീസ് സമുച്ചയം ഉണ്ടാക്കാൻ കാണിച്ച
ചങ്കുറപ്പുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. എന്താണ് നമ്മുടെ കമ്പനിയെ കുറിച്ച് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ഷോക്ക്ഡ് ആണ്. കാരണം ഇന്ത്യയിലല്ല നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ്. ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും വിൽപ്പന ചെയ്യുന്നതും. സോ എന്താണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് നോക്കാം. 5,50,000 പെർ യൂണിറ്റ് ഓരോ മാസവും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് നിലമ്പകലത്ത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിക്കുണ്ട്. അതുപോലെ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് മുതൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് മുതൽ GMP സർട്ടിഫിക്കേഷൻ അടക്കം ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാംഗ്ലൂരിൽ 2014 ആരംഭിച്ച ഈ ഒരു കമ്പനി ഇത്രയും രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു വലിയൊരു ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അഥവാ മൈ ഡിയർ ഫ്രണ്ട്സ്, ജർമ്മനിയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരല്ല, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, GST ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ GST അടച്ചതിന്റെ ഒരു അപ്രീസിയേഷൻ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് കമ്പനിയായിട്ട് 2023 ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഇത്രയും പാറ്റേൺ ആയിട്ടുള്ള ഒരു കമ്പനി എന്താണ് വിൽപ്പന ചെയ്യുന്നത്? 6 പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മുടെ കമ്പനിയുടെ കയ്യിലിരിക്കുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകളില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള 6 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് പറയാം. അതിന്റെ പേരാണ് അസൈബറി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു ക്വാളിറ്റിഡ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് ആണ് അസൈബറി എന്ന് പറയുന്ന പഴം. ഈ പഴം മുന്നേ ഒരു ജ്യൂസിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫ്രൂട്ട് ജ്യൂസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പേരാണ് AS10, അമേരിക്കൻ സ്പേസ് ഡ്രിങ്ക് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് AS10. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അസൈബറി ആണെങ്കിൽ ഈ അസൈബറി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരേ ഒരു ക്വാളിറ്റിഡ് ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ ഫ്രൂട്ടിന്റെ ഒരു സിനർജറ്റിക് കോമ്പിനേഷൻ ഉള്ളൂ. അതിന്റെ പേരാണ് ഹൈ പൾസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്. 15 തരം ഫ്രൂട്ട്സുകളുടെ ഒരു സിനർജറ്റിക് കോമ്പിനേഷൻ ആണ് ഐപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും നേടിയെടുത്തുകൊണ്ട് നമുക്കൊരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റും ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. അതിന് മുന്നേ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെർബിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഹെർബ് കണ്ടുപിടിച്ച് നമ്മൾ ആരുമല്ല, ചരക സംഹിതയിൽ ചരക മഹർഷി വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്. മധുമേഹ, പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥക്ക് നിങ്ങൾ ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ നിങ്ങൾക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പനി ആ ഏകനായകത്തിനകത്തുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന സാലിസിറ്റാൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാത്രം R&D ലബോറട്ടറി ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത് നമ്പർ 1 കോഫി ബീൻസും അതുപോലെ തന്നെ നായ്ക്കുരന പരിപ്പും മിക്സ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ഒരു ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഐ കോഫി, ദ റവല്യൂഷണറി പ്രൊഡക്റ്റ് ഓഫ് ഇൻഡസ് വിവ. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു കോഫി. ബ്ലാക്ക് കോഫി ഉണ്ട്, ക്രീമർ കോഫി ഉണ്ട്. 2 കോഫി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോ ഇതും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. എന്താണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്? ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. ചെറിയ കുട്ടികൾ പോലും മാരകമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് അമിതവണ്ണം, പൊണ്ണത്തടി, ഒബേസിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഇതിനെ നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്നത്. 4 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. കലക്കുകയോ അത് ബ്ലെൻഡ് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ഒരു ചോക്കോബാർ എടുത്ത് സാവകാശം ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു ചോക്കോബാർ സാവകാശം രാത്രി ചവച്ചരച്ച് കഴിച്ച് ഒരു
3 ലിറ്റർ വെള്ളം 4 ലിറ്റർ വെള്ളം നമ്മൾ റെഗുലർ ആയിട്ട് കുടിക്കാൻ തയ്യാറാണെങ്കിൽ ശരീരത്തിനകത്തുള്ള ബാഡ് കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും കത്തിച്ച് കളഞ്ഞ് നല്ല കൊളസ്ട്രോളിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് അമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഐ മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അൺഡിനൈനബിൾ ബ്യൂട്ടി, അകത്ത് നിന്നും പുറത്തേക്ക് സൗന്ദര്യം എടുക്കാൻ പറ്റുന്ന. നമ്മളെല്ലാവരും വിചാരിക്കും പുറത്താണ് സൗന്ദര്യം. അല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലഡിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുകയും ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുകയും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു കളർ ഉണ്ട്, അതാണ് നമ്മുടെ റിയൽ ടോൺ. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന, അതുപോലെ തന്നെ ശരീരത്തിന് മുഖത്തൊക്കെ ഉള്ള കറുത്ത പാടുകൾ, പുള്ളികൾ, ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി കണ്ടുപിടിച്ച അകത്തേക്ക് കഴിക്കുന്ന ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 4 ഫ്ലേവറിൽ 4 വേരിയന്റ്, ഒരു ബോക്സിനകത്ത് തന്നെ 4 വേരിയന്റിൽ 4 ടേസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് കുങ്കുമമാണ്. കാശ്മീർ തായ്വറിൽ മാത്രം കണ്ടുവരുന്ന ക്വാളിറ്റിഡ് ആയിട്ടുള്ള കുങ്കുമമാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കെയർ. ഇതൊരു റവല്യൂഷണറി പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താണെന്ന് പറയാം മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇന്ന് മെനോപോസ്, അത് ആർത്തവിരാമം സംഭവിച്ച സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ഹോർമോൺ ഇംബാലൻസും അവരുടെ വയറ് സംബന്ധമായ പല പ്രോബ്ലമും, ഗ്യാസ്ട്രിക് പ്രോബ്ലമും, അതുപോലെ തന്നെ കോസ്മെറ്റിക് പ്രോബ്ലം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയ അമേസിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അവിടെ പറയുകയാണ് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്. ആ കമ്പനിയുടെ സെയിൽസിന് ടേൺ ഓവർ എത്രയും കുറഞ്ഞു. ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ഉപയോഗിക്കാൻ നല്ല കാശുണ്ടാക്കിക്കൂടെ. പക്ഷെ കമ്പനി ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയും ആളുകളുടെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ കെയർ നിങ്ങളുടെ വീട്ടിലെ ഉമ്മ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ സഹോദരി ആരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതൊരു പീച്ച് ഫ്ലേവറിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ക്യാൻസറിനെ പോലും പ്രിവെന്റ് ചെയ്യുന്ന കുർക്കുമിനാണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അവസാന പ്രൊഡക്റ്റും ഇതൊരു റവല്യൂഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ ഡ്വെൽ കെമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. 4 സെഗ്മെന്റിലാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. 1 നമ്മുടെ മൈൻഡിന്, 2 നമ്മുടെ കണ്ണിന്, 3 നമ്മുടെ ലിവറിന്, 4 നമ്മുടെ വയറിന്. ഒരു സെഡ് കാറ്റഗറിയിൽപ്പെട്ടുള്ള ശരീരത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി കണ്ടുപിടിച്ച ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ 12 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിനകത്ത് ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കഴിക്കുന്നത് ഓരോ സമയത്ത് ഓരോന്നാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒന്ന്, ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒന്ന്, അതുപോലെ തന്നെ ലഞ്ച് കഴിക്കുന്നതിന്റെ ഹാഫ് ആൻ അവർ മുന്നേ ഒന്ന്, നമ്മൾ കിടക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഒന്ന്. ഇങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് വലിയൊരു ക്വാളിറ്റി ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ മൈ ഡിഫറൻസ്, കമ്പനി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് എന്താ കാര്യം? ഇതല്ലേ നമ്മൾ അറിയേണ്ടത്. ഓക്കെ, കമ്പനി സൂപ്പറാണ്, പ്രൊഡക്റ്റും സൂപ്പറാണ്, ഇനി നമുക്ക് എന്താ ഇതുകൊണ്ടുള്ള ഗുണം? അവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റുകൾ ട്രഡീഷണൽ ഒരു കൺവെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയാണ് വിൽക്കുന്നതെങ്കിൽ, അഥവാ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിലൂടെയാണ് ഈ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്നതെങ്കിൽ, ഇതൊരു ഇടനിലക്കാരനും പരസ്യക്കാരനും കൊടുത്ത് മാർക്കറ്റ് ചെയ്യാൻ കമ്പനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ അവിടെ വലിയൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. റിച്ച് പീപ്പിൾ എപ്പോഴും റിച്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണോ ഇതിനകത്തിരിക്കുന്നത്? ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ പറ്റുന്ന ആളുകളാണോ ഇതിനകത്തിരിക്കുന്നത്? അല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് എടുക്കാൻ കഴിയില്ല. അപ്പൊ കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിലൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളാണ് ഇടനിലക്കാരനും നിങ്ങളാണ് പരസ്യക്കാരനും ആകുന്നത് കൊണ്ട് തന്നെ ഈ ഇടനിലക്കാരനും പരസ്യക്കാരനും കൊടുക്കേണ്ട ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കമ്പനി നമ്മളെ പോലുള്ള സാധാരണക്ക് റീഫണ്ട് ചെയ്ത് തരുന്നു. ഇതൊരു വലിയൊരു സിസ്റ്റം അല്ലേ? നമുക്ക് ഒരു ഉജാല പോലും പോയിട്ട് നാട്ടിലൊരു ട്രഡീഷണൽ മാർക്കറ്റിൽ ഒരു ഉജാലയുടെ ഡിസ്ട്രിബ്യൂഷൻ പോലും എടുക്കാൻ നമ്മുടെ അടുത്ത് കാലിബർ ഇല്ല. എന്നാൽ ഉണ്ടെങ്കിൽ തന്നെ ടെറിട്ടറി ലിമിറ്റ് ആണ്. ഇന്ന ഏരിയയിലെ നിങ്ങൾ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അക്രോസ് ടു വേൾഡ് നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇന്ത്യയിൽ എവിടെ ഏത് സംസ്ഥാനത്തും നിങ്ങൾക്ക് സെല് ചെയ്യാം. നോ ടെറിട്ടറി ലിമിറ്റ്, നോ ടാർഗറ്റ്. എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കാം. ഒരിക്കലും ഡോർ ടു ഡോർ ഡെലിവറി അല്ല, നടന്നു കൊണ്ടുപോയി വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൺലൈൻ വഴിയായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് 3 ചാൻസ് ആണുള്ളത്. ഒന്ന്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആവാം. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് റീറ്റെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഇടനിലക്കാരനും പരസ്യക്കാരനും കൊടുക്കേണ്ട ഹ്യൂജ് എമൗണ്ടിന്റെ 20% നിങ്ങൾക്ക്
റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് തരും. ഇനി അങ്ങനല്ല, ഞാനൊക്കെ ഈ ബിസിനസ് പ്രവാസിയായിരിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രൊഡക്റ്റ് ഇല്ല. അവിടെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായാൽ ആ മാർക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനാണെന്ന് മനസ്സിലാക്കി ഞാൻ ഈ കമ്പനിയുടെ വിവ ബിസിനസ് ഓണർ ആയിട്ട് അങ്ങ് ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഏറ്റെടുത്തതിന് പകരം ഞാൻ ഇതിന്റെ പേഴ്സണൽ ബിസിനസ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ എനിക്ക് കമ്പനി തരുന്നത് എന്തൊക്കെയാണ്? ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും, റീറ്റെയിൽ ചെയ്യാൻ പറ്റും, ഒരുപാട് റീറ്റെയിലേഴ്സിന് എനിക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ കമ്പനി ഞങ്ങൾക്ക് തന്നു, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും കമ്പനി തരുന്ന എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നിങ്ങൾ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുകയാണ്. ഈ ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂട്ടറായി മാറാൻ ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഈ പ്രൊഡക്റ്റുകൾ എന്റെ ഫാമിലിയിൽ എന്തിനൊക്കെയാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഡയബറ്റീസ് ഉള്ള ആളുകളെ കണ്ടുപിടിച്ചു, അമിതവണ്ണമുള്ള ആളുകളെ കണ്ടുപിടിച്ചു, ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചു. എന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു 6 വ്യക്തികൾക്ക് 2 പ്രൊഡക്റ്റുകൾ ഞാൻ കമ്പനിയിൽ നിന്നും എടുത്ത് അവർക്ക് കൊടുത്ത് ക്യാഷ് വാങ്ങിയപ്പോൾ കമ്പനി എന്നെ VBO വിവ ബിസിനസ് ഓണർ ആയിട്ട് എന്നെ പരിഗണിച്ചു. നമ്മൾ ഡയറക്റ്റ് സെല്ലേഴ്സ്, ഡയറക്റ്റ് ബയ്യേഴ്സ് അല്ല, വാങ്ങുന്ന ആളുകളല്ല, വിൽക്കുന്ന ആളുകളായിട്ടാണ് കമ്പനി നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് മറ്റ് പല കമ്പനികൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് കമ്പനിയിലേക്ക് ഇൻഡസ് വിവ വളർന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുമ്പോൾ കമ്പനി നിങ്ങളെ VBO ആക്കും. VBO ആയാലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയോ? കമ്പനി തരുന്ന ആനുകൂല്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊരിക്കലും ചെയ്യണ്ട. ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കാനുണ്ട്. ഇന്ന് നിങ്ങളെ വിളിച്ച വ്യക്തിയാണ്, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയാണ് നിങ്ങളുടെ സ്പോൺസർ. ഇനി കമ്പനിയുണ്ട്, ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് വരുമാനം എത്തിച്ചു തരാനും നമ്മുടെ ലീഗൽ കാര്യങ്ങൾ നോക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾ തരാനും ഇൻഡസ് വിവ നമ്മുടെ കൂടെ 24/7 പൂർണ്ണവാധികം നമ്മളോട് ശക്തിയോടെ നമ്മളെ കൂടെ ഉണ്ട്. ഇനി ഈ മേഖല ഞാനൊരു പ്രവാസിയായിരിക്കുന്ന എനിക്കിത് എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയമില്ലായിരുന്നു. കാരണം ഞാൻ ട്രഡീഷണൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തുള്ള ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതിലെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള സൂമിലൂടെ നമുക്ക് ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും ഫിസിക്കൽ പ്രോഗ്രാമുകളിലൂടെ നമ്മളെ ഈ ഒരു ബിസിനസ് ചെയ്യിപ്പിക്കാൻ പ്രാപ്തമാക്കി എടുക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന? കൂടുതൽ വിൽപ്പന നടത്തി കൂടുതൽ പ്രോഫിറ്റ് എടുക്കുക. ലോകത്തുള്ള സെയിം തിയറി, എല്ലാ കോടീശ്വരന്മാരും ചെയ്യുന്ന സെയിം സിസ്റ്റം, പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് വരുമാനം ഉണ്ടാക്കുക. ലോകത്ത് സെയിൽസ് അല്ലാതെ 1 രൂപ പോലും ഏതിലെയും റവന്യൂ വരുന്നില്ല. സെയിൽസിലൂടെ മാത്രമാണ് ലോകത്തെ എല്ലാ കമ്പനികളും സെയിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾ ഒരു കലണ്ടർ ബന്ദ് കൊണ്ടുവരുന്ന ഒരു 100 150 പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് നിങ്ങൾ ആ മാസത്തെ ഏറ്റവും നമ്പർ 1 റീറ്റെയിലർ ആകണമെങ്കിൽ 50,000 രൂപ കമ്പനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അഡീഷണൽ ബോണസ് ആയിട്ട് തരുന്നുണ്ട്. സെക്കൻഡ് പ്രൈസ് ആയിട്ട് 25,000 രൂപയും കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം VBOs കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഇതെല്ലാം പണമാണ്. ബിസിനസ് ഓപ്പണിംഗ് ബോണസ് 1500 രൂപ, ഡിജി റോക്ക് സ്റ്റാർ ബോണസ് അത് കിട്ടുന്നു, റീറ്റെയിൽ ബോണസ് കിട്ടുന്നു, VATM ബോണസ് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് റവന്യൂസുകളും ഒരുപാട് ബോണസുകളും കമ്പനി ഞങ്ങളെ പോലുള്ള VBOസിന് നൽകുന്നുണ്ടെങ്കിൽ ആ കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. സോ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് MA യൂസുഫ് അലി സാഹിബിനെ പോലുള്ള, രവിപിള്ള പോലുള്ള ആളുകൾ, മുകേഷ് അംബാനിയെ പോലുള്ള ആളുകൾ ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി തന്നെയാണ്. ഒരുപാട് ആളുകളെ ജോലിക്ക് വെച്ചുകൊണ്ട് അവരുടെ കഴിവും ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. ഈ സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ ചെയ്യാനുള്ളത്. ഒരുപാട് ആളുകളിലേക്ക് ഇതിന്റെ ഫ്രാഞ്ചൈസീസ് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു 35 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനപ്പുറത്തുള്ള ആളുകളെ കണ്ടുപിടിച്ച് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ കിട്ടുന്ന റവന്യൂ കമ്പനി എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനമായിട്ട് തരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്കൊരു 600 ഗ്രൂപ്പുകളെയും, അഥവാ നിങ്ങൾ ഒരു 12 പ്രോഡക്റ്റുകൾ 24 പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന ഒരു ടീമിനെ ഉണ്ടാക്കി, ആ മറുഭാഗത്തും 24 പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയാൽ ആ വീക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 6000 രൂപയാണ്. ഒരു അക്കൗണ്ടന്റിന് ഇവിടെ കിട്ടുന്ന 8000 രൂപയാണ് മാസമെങ്കിൽ 6000 രൂപ 24 പ്രൊഡക്റ്റുകൾ വിറ്റാൽ, നിങ്ങളുടെ ഓർഗനൈസേഷനിലൂടെ വിറ്റാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളിങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ എല്ലാ സമയവും ഒരേപോലെ പോയിക്കൊള്ളുന്നില്ല. ചില സമയത്ത് എൻ്റെ ഓർഗനൈസേഷൻ നല്ല കാലിബർ ഉള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള സെയിൽസ്മാൻമാരുണ്ടാവും. അവർ കൂടുതൽ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് അവിടെ വോളിയം ജനറേറ്റ് ആവും, കൂടുതൽ വോളിയം ജനറേറ്റ് ആവും. അപ്പൊ കമ്പനി നോക്കുക, എവിടെയാണോ കുറഞ്ഞത് അതുമായി കൂടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? നമുക്ക് വരുമാനം അയച്ചു തരും. നമ്മൾ വിറ്റ, നമ്മുടെ ഓർഗനൈസേഷനിൽ വിറ്റ ഒരു പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ് പോലും കമ്പനി നമ്മൾക്ക് തരാതിരിക്കില്ല. 100% വിശ്വാസയോഗ്യതയോടുകൂടി കമ്പനി നമുക്ക് തരുന്നു. അങ്ങനെ നിങ്ങൾ 1 വർഷം കൊണ്ടോ 2 വർഷം എടുത്തോ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു 5000 ഗ്രൂപ്പ് വോളിയം ഉണ്ടാക്കിയാൽ 1 വീക്ക് നിങ്ങൾക്ക് 50,000 രൂപയാണ്
പ്രോഫിറ്റ് ആയിട്ട് മാത്രം കിട്ടുന്നത്. ഒരു കട്ടിങ്ങോ വെട്ടിങ്ങോ ഒന്നുമില്ല, പ്രോഫിറ്റ് ആയിട്ട് മാത്രം നിങ്ങൾക്ക് 50,000 രൂപ കിട്ടും. അതൊരു 10,000 ഗ്രൂപ്പോളിയമായി മാറുന്ന സമയത്ത് 1,00,000 രൂപ നിങ്ങൾക്ക് വീക്കിലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇനി 25,000 ഗ്രൂപ്പോളിയമാണ് നിങ്ങൾ ഒരു വീക്കിൽ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു മാജിക്കൽ ഫിഗർ ആയിട്ട് ഇന്ത്യയിലെ ഒരു കമ്പനിയും ലീഗലായിട്ട് നൽകാത്ത അത്രയും പവർഫുൾ ആയിട്ട് ലീഗൽ ആയിക്കൊണ്ട് നമ്മൾ നൽകുന്ന ഒരു എമൗണ്ട് ഉണ്ട്. 2,50,000 രൂപ വീക്കിലി വാങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സംസാരിക്കാം. സോ 2,50,000 രൂപ വീക്കിലി ആണെങ്കിൽ മാസം 10 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ നിങ്ങളെ ഏത് സ്വപ്നമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് യാഥാർത്ഥ്യമാകാത്തത്? നിങ്ങൾ ഇപ്പൊ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ഒരു 10 ലക്ഷം രൂപയുടെ വില ഉണ്ടാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് ഇപ്പൊ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ബിസിനസ്സിലേക്ക് എന്നും ഇങ്ങനെ ആളുകൾ വരണം. ആള് വേണ്ട, നമുക്ക് ആളുകളല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വോളിയമാണ് വേണ്ടത്, ടേൺ ഓവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ബിസിനസ്സിൽ ആള് കൂടിയതുകൊണ്ട് ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ 100 ആളുകളെ, നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും 100 ആളുകൾ ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ഒരു മാസം വിറ്റാൽ പോലും 25,000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇനി 1000 വ്യക്തികൾ ഉണ്ടാക്കിയാൽ 1000 വ്യക്തികൾ പ്രൊഡക്റ്റ് വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായാൽ മതി, വിൽക്കുന്ന ആളുകൾ ഉണ്ടാകണമെന്നൊന്നുമില്ല. 1000 വ്യക്തികൾ നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനിലും മറു ഓർഗനൈസേഷനിൽ 1000 വ്യക്തികൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആ മാസത്തെ നിങ്ങളുടെ വരുമാനം 10 ലക്ഷം രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് കിട്ടി. ഇത് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒരു ഇന്റർനാഷണൽ ലെവലിലോ നാഷണൽ ലെവലിലോ ട്രിപ്പ് പോകണമെങ്കിൽ ബ്രാൻഡ് ന്യൂ സ്റ്റാർ 1000 എന്ന് പറയുന്ന 1,00,000 രൂപ പ്രോഫിറ്റ് വാങ്ങിയ കമ്പനി നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുപോകും വിത്ത് യുവർ കോപ്ലിക്കന്റ്. നിങ്ങളുടെ കോപ്ലിക്കന്റെ കൂടെ കൊണ്ടുപോയിട്ട് 3 ദിവസം നിങ്ങൾക്ക് അവിടെ അടിച്ചു പൊളിക്കാൻ സാധിക്കും. 2.5 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തായ്ലാന്റിലേക്ക് വിത്ത് കോപ്ലിക്കന്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പൊ 1,500ഓളം ആളുകൾ പോയി വന്നിട്ടേ ഉള്ളൂ, അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. സോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു മാസം 60,000 രൂപയാണ് റൂബി എക്സിക്യൂട്ടീവിന്റെ വരുമാനമെങ്കിൽ ഒരു 4 വീലർ വാഹനം പോലും എടുക്കാൻ നിങ്ങൾക്ക് ഈ റൂബി എക്സിക്യൂട്ടീവ് മാത്രം എത്തിയാൽ മതി. ഇനി നിങ്ങൾ മലേഷ്യ ആണെങ്കിൽ 7.5 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയാൽ നിങ്ങളെ കമ്പനി മലേഷ്യയിലേക്ക് കൊണ്ടുപോകും. ഇനി നിങ്ങൾ 20 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയാൽ കമ്പനി നിങ്ങളെ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങൾ 50 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയ കമ്പനി നിങ്ങളെ ദുബായ് എന്ന് പറയുന്ന മനോഹരമായ രാജ്യത്ത് 7 ഡേയ്സ് നിങ്ങളെ അടിച്ചു പൊളിക്കാൻ കൊണ്ടുപോകും. ഇനി നിങ്ങൾ സഫയർ എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് എത്തി, നിങ്ങൾ ഡയമണ്ട് അഥവാ 1 കോടി രൂപ വരുമാനം വാങ്ങിയ നിങ്ങളെ കമ്പനി കൊണ്ടുപോകുന്നത് സിംഗപ്പൂരിലേക്കാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് ഷോക്ക്ഡ് ആകുന്ന ഒരു മാറ്റേഴ്സ് കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഇന്ന് ഈ ഒരു ബിസിനസ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 1 ഡിക്കേഡ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഇന്ന് 87 കോടീശ്വരന്മാരെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു ബിസിനസ്സിലൂടെ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് എടുത്തു പറയേണ്ടത്, ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നും അതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിനകത്തുനിന്ന് മാത്രം 22ഓളം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആ 22 കോടീശ്വരന്മാരിൽ 10 കോടീശ്വരന്മാരും നമ്മുടെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ടീം ജീവാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. നമ്മുടെ വളരെ പ്രൗഡ് ആയിട്ട് മൊമെന്റ് ആണ്. ഇനി എത്ര കോടീശ്വരന്മാർ പൈപ്പ് ലൈനിലാണ് വരാനിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെരി ഫാസ്റ്റ് നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു മിഷൻ തന്നെ, കമ്പനിയുടെ ഒരു വിഷൻ തന്നെ അടുത്ത 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ വിധി നിർണ്ണയിക്കും. ഇൻ ദ മൊമെന്റ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ് ഇടുന്ന ഞാൻ എടുത്ത തീരുമാനം എന്റെ വിധി നിർണ്ണയിച്ചു. ഇന്ന് 50 ലക്ഷം രൂപക്ക് അടുത്ത് വരുമാനം വാങ്ങി ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു ക്വാളിറ്റി ആർന്ന ഒരു ലൈഫിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത തീരുമാനമാണ്. ഞാൻ കൊടുത്ത ആധാർ കാർഡും പാൻ കാർഡും ഇന്ന് എനിക്ക് ലക്ഷങ്ങൾ വരുമാനം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഒരൊറ്റ ഒന്നേ ഉള്ളൂ. വീട്ടിൽ വെറുതെ കിടക്കുന്ന ആധാർ കാർഡും പാൻ കാർഡും എടുത്ത് നിങ്ങളുടെ സ്പോൺസറെ കയ്യിൽ കൊടുത്ത് ഞാനും ഉണ്ടടാ നിന്റെ കൂടെ എന്നൊരൊറ്റ വാക്ക്, ഒരു കോൺഫിഡൻസ് ഉള്ള വാക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ മതി. സോ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലൂടെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയാൽ 2.5 ലക്ഷം രൂപയൊന്നും നിങ്ങൾ വരുമാനം വാങ്ങേണ്ട തായ്ലാന്റ് പോകാൻ. ഇപ്പൊ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ചാൻസ്. ഒരു ബിസിനസ്സിലുമായിട്ട് നിങ്ങൾ ഇന്ന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന 6 ആഴ്ചകൾ കൊണ്ട് നിങ്ങൾ 45,000 രൂപ വരുമാനം വാങ്ങി കമ്പനിയുടെ സ്റ്റാർ 500 റാങ്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കമ്പനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തായ്ലാന്റ് ട്രിപ്പാണ് കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല, കിട്ടുമ്പോൾ പിടിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എടുത്ത തീരുമാനം അത് റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ്സിൽ അസോസിയേറ്റ്
അസോസിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ ബിസിനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സ്റ്റാർ 250 ആയി, ഒരു സ്റ്റാർ 500 ആയി, ഇന്നൊരു ക്വാളിറ്റി ആർന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വളർന്നു വന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിലും വലിയൊരു പച്ച കത്തിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള അവസരം. 1000 ഉപദേശങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് ആളുകൾ ഉണ്ടായിരിക്കും, 1000 ഐഡിയകൾ പറഞ്ഞു തരാനും നമുക്ക് കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നല്ലൊരു അവസരം കൊണ്ടുതരാൻ ഒരു നല്ല സുഹൃത്തോ ഒരു നല്ല ബന്ധുവേ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവരെ വിശ്വസിക്കുക, അവരെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല, പ്രോഫിറ്റ് മാത്രമേ വരാനുള്ളൂ. സോ ഏറ്റെടുക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എനിക്കിപ്പോഴും അത് എന്താ പറയാ ഒരു വ്യക്തത വന്നിട്ടില്ല. പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലാണോ ഇത് സംഭവിച്ചെന്ന് അങ്ങനെ ഒരു എക്സൈറ്റഡിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വന്തമായിട്ട് ഇന്ന് ഈ 20 ലക്ഷം രൂപയുടെ വാഹനം 10 വർഷം ഗൾഫിൽ പണിയെടുത്തിട്ട് വാങ്ങാൻ പറ്റാത്തത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി 20 ലക്ഷം രൂപ വരുന്ന വാഹനം ഞാൻ ഇതിലൂടെ വാങ്ങിയിട്ട് അതിന്റെ ഷോക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 3100 രൂപയുടെ പ്രൊഡക്റ്റ് വിട്ടിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെയല്ലേ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ വളർച്ച എന്നുള്ളത്. സോ ഏറ്റെടുക്കുക. ഇന്ന് നിങ്ങളെ കാണാൻ ഒരു കോടീശ്വരൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടെ കേട്ടിട്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. സർവശക്തനായിട്ടുള്ള ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരുടെ ലൈഫിലും വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കട്ടെ, എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു രാത്രി ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ജയ് ഹിന്ദ്, ജയ് ഇൻഡസ്ട്രി. താങ്ക് യു ആൾ. ഐ ആം ഓവർ ടു യു, അവർ ബ്യൂട്ടിഫുൾ ഹോസ്റ്റ് ഫവാസ് സർ. താങ്ക് യു റോസ് സാർ. വളരെ ഗംഭീരമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കമ്പനിയുടെ അവസരം, ഈ ഒരു മേഖലയെ കുറിച്ചും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും, അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും, ഈ ഒരു മേഖല അദ്ദേഹം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിൽ ഉണ്ടായ മാറ്റം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു റോസ് സാർ. താങ്ക് യു വെരി മച്ച്. സ്വാഭാവികമായിട്ടും കേട്ട സമയത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് പ്ലാനിനെ കുറിച്ചും അതുപോലെ കമ്പനിയെ കുറിച്ചും അവസരത്തെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ്, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, ചെയ്യാൻ പറ്റുമോ, ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടോ, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ? അതിനുള്ള ഉത്തരമായിട്ട് ഞാനിവിടെ ഇത് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ പല സ്ഥലങ്ങളിലുണ്ട്. അവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 2 വ്യക്തികളുടെ എക്സ്പീരിയൻസ് നമുക്കിനി കേൾക്കാം. അതിനുവേണ്ടി ആദ്യമായി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഒരു CA സ്റ്റുഡന്റ് ആയിരിക്കെ ഈ അവസരം ഏറ്റെടുത്ത് ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ഈ അവസരം ചെയ്യുന്ന തിരൂർ സ്വദേശി ഷാഹിർ സാറിനെ ഞാനൊരു വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഷാഹിർ സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഫവാസ് സർ, സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെയാണ് സാർ. ഓക്കെ, താങ്ക് യു ഫവാസ് സർ. ഫവാസ് സർ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. പേര് മുഹമ്മദ് ഷാഹിർ, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്, തിരൂര്. നിങ്ങൾ കേട്ടതുപോലെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അല്ല ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്നത്. കോട്ടക്കിൽ ഒരു സ്വകാര്യ ഹാളിൽ നിന്നാണ് ഈ പ്രസന്റേഷൻ കേട്ടത്. ഇവിടെ ഈ പ്രസന്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും പല ഡൗട്ടുകളും പല മൈൻഡ് ബ്ലോക്കുകളുമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് സ്വന്തം അളിയനെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വേദിയിൽ അവസാന ചീഫ് ഗസ്റ്റ് ആയിട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളിയും കിളിക്കൂട് അടക്കം പോയി. എങ്ങനെയെങ്കിലും ഈ ഒരു ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ വന്നു. ആ വ്യക്തി മറ്റാരുമല്ല, ഇന്ന് കമ്പനിയിൽ നിന്ന് തന്നെ ഏകദേശം 5 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച മിസ്റ്റർ മുഹമ്മദ് അലി സാർ ആണ്. അദ്ദേഹം ഈ ഒരു ബിസിനസ്സിലൂടെ ഓൾറെഡി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി ചെയ്തു എന്നുള്ളത് മാത്രമല്ല, സ്വന്തം ഉമ്മാക്ക് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഐകോഫി ഉപയോഗിച്ച് നല്ല ഒരു റിസൾട്ടും സ്വന്തം വീട്ടിലുണ്ട്. അപ്പൊ വരുമാനം കിട്ടിയ ആളും ഉണ്ട്, വീട്ടിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ടും ഉണ്ട്. ഇനി ഒന്നും മടിച്ചു നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പോക്കറ്റ് മണി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിസിനസ് ഇന്ന് പറയുകയാണെങ്കിൽ, എന്റെ പ്രായം പറയുകയാണെങ്കിൽ 19 വയസ്സായിരുന്നു ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത്. ഇന്ന് ഈ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് ഏകദേശം 24 ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചു എന്നുള്ളത് മാത്രമല്ല, ഏകദേശം 40ഓളം ആളുകൾക്ക് 1 ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. സോ എനിക്ക് ഈ പുതിയ പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കാൻ വന്നിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ തീരുമാനമാണ്. എനിക്ക് നിങ്ങളുടെ അത്രയും എക്സ്പീരിയൻസോ ബുദ്ധിയോ ശക്തിയോ കഴിവോ ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിൽ ആ ഒരു പ്രായത്തിൽ തുടങ്ങിയ ഞാന് ഒരുപാട് ആളുകൾ ചെയ്യണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു തീരുമാനമായിരുന്നു. ഇന്ന് എന്റെ ജീവിതം തന്നെ എന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഇന്ന് എന്റെ കുടുംബം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. കാര്യം എന്റെ ഉപ്പ 30 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. ഉപ്പാനെ നാട്ടിൽ കൊടുത്ത് സെറ്റിൽഡ് ആക്കി ഇന്ന് കുടുംബം നോക്കുന്ന ലെവലിൽ എനിക്ക് ഈ ഒരു ബിസിനസ് വളർത്താൻ സാധിച്ചു. ഇന്ന് സ്വന്തമായിട്ട് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നു. കേരളത്തിൽ പല ജില്ലകളിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഔട്ട് ഓഫ് കൺട്രി
ഈ ഒരു ബിസിനസ്സിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ നിങ്ങൾ യെസ് ഒരു തീരുമാനമെടുത്താൽ ഇതുപോലെ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പോലെ നിങ്ങൾക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും വിഷ് ചെയ്തുകൊണ്ടും നിർത്തുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് യുവ. താങ്ക് യു സോ മച്ച്. ഫവാസ് സർ, ഓവർ ടു യു. താങ്ക് യു ഷാഹിർ സാർ. കേട്ട സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. കാരണം ഒരു സ്റ്റുഡന്റ് ആയിരിക്കെ, ഒരു വിദ്യാർത്ഥി ആയിരിക്കെ ഈ ഒരു മേഖല ഏറ്റെടുത്ത് വലിയ മാറ്റങ്ങളാണ് അദ്ദേഹം ത്രൂ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയത്. താങ്ക് യു ഷാഹിർ സാർ. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ് കേൾക്കാം. ഇന്ന് ഒരു സൈക്കോളജി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് സ്വന്തം ഫാമിലിയോട് കൂടി ഒരു ബിസിനസ് ചെയ്യുന്ന നിലമ്പൂർ സ്വദേശി നെജുവ മാഡത്തിന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. മാഡം പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് സർ. സർ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. മാഡം ഓക്കെ, ഫൈൻ. സർ വളരെയധികം മനോഹരമായി പരിചയപ്പെടുത്തി. പേര് നെജുവ. ഞാൻ ഒരു 4.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റ് ആയി വർക്ക് ചെയ്യായിരുന്നു. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ത്രൂ ആണ് ഈ ഒരു ബിസിനസ്സിലോട്ട് എത്തുന്നത്. ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്, ഓഫ് കോഴ്സ് നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെയും ബിസിനസിന്റെയും മഹത്വം. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്നത് ഒരിക്കലും പ്രോഡക്റ്റ് കണ്ടുകൊണ്ടല്ല, ഈ ഒരു ബിസിനസ് റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. പ്രോഡക്ട്സ് ഞാൻ എന്റെ ഫാമിലിയിലല്ല ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ആയി തുടരാൻ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെയ്ബേഴ്സിൽ കൊടുത്തിട്ടുള്ള റിസൾട്ട്, അതിൽ വന്നിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ക്യാൻസർ പേഷ്യന്റിന് പോലും കൊടുത്ത് അതിന് വന്നിട്ടുള്ള ചേഞ്ച് കണ്ടിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹം തോന്നി. ഡിജിറ്റലായി അറ്റൻഡ് ചെയ്തു. പിന്നീട് ഈ ഒരു ബിസിനസ്സും കമ്പനിയും പ്രോഡക്റ്റും എന്നെ ഈ ഒരു കമ്പനിയിലോട്ട് വലിക്കുമായിരുന്നു എന്ന് പറയാം. കാരണം ഒരു കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയി മാറാൻ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പല ആളുകളും സൈക്കോളജിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. മാസം 10,000 രൂപയും 15,000 രൂപക്കും അവർ വർക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ മാസത്തിലല്ല, ആഴ്ചയിൽ തന്നെ 1 ലക്ഷവും 1.5 ലക്ഷവും 80,000 രൂപക്ക് മുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻകം വൈസ് നോക്കിയാലും ഇനി ഹെൽത്ത് വൈസ് നോക്കിയാലും ഈ പ്രോഡക്റ്റുകൾ അറിഞ്ഞത് തൊട്ട് ഞാനും എന്റെ ഫാമിലി മെമ്പേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായും സമ്പത്ത് പരമായും ഇനി സന്തോഷത്തിന്റെ കാര്യം പിന്നീട് പറയണ്ട. കാരണം സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പോയി രാത്രി വരുന്ന സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഞാനും ഹസ്ബൻഡും ഒന്നിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ ആളുകൾക്കും ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും. ജെന്റ്സിന് ഒബ്വിയസ്ലി ഉണ്ടാകും. പക്ഷെ നമ്മുടെ ലേഡീസ് നമ്മളെ പേരൻസിന് ഒരു ഗിഫ്റ്റ് മേടിക്കണമെങ്കിൽ, നമ്മളെ ഹസ്ബൻഡിന് പോലും നമ്മൾ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്യാഷ് മേടിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് എന്റെ ഒരുപാട് ഡ്രീംസ് ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഡ്രീംസിൽ തൊട്ട് കഴിഞ്ഞ വർഷം എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള 22 ലക്ഷം രൂപ വില വരുന്ന ഒരു ഹ്യൂണ്ടായി ക്രെറ്റ കൂടെ സ്വന്തമാക്കിയപ്പോൾ എന്റെ ലൈഫിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി ഈ ഒരു ബിസിനസ് മാറി എന്നുള്ളതാണ്. ഒരുപാട് ആക്സെപ്റ്റൻസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. എനിക്ക് എന്റെ മോളെ ആഗ്രഹിച്ച 1 ലക്ഷത്തിന് മുകളിൽ ഫീ ഒരു വർഷം വരുന്ന ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. 22 ലക്ഷം വില വരുന്ന ഒരു കാർ ഓൺ ചെയ്യാൻ പറ്റി, ഒരു സ്കൂട്ടർ ഓൺ ചെയ്യാൻ പറ്റി. വലിയധികം ആക്സെപ്റ്റൻസ് കിട്ടി. ഇതെല്ലാം കിട്ടാൻ കാരണം ഈ ഒരു ബിസിനസ് വളരെയധികം പാഷനേറ്റ് ആയി ചെയ്തതുകൊണ്ടും നെഞ്ചോട് ഏറ്റെടുത്തതും കൊണ്ടും മാത്രമാണ്. സോ ഇതുപോലെയുള്ള ഡ്രീംസ് നിങ്ങൾ ഓരോ ആളുകൾക്ക് ഉണ്ടാകും. അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസും ഇതിലൂടെ വളരെയധികം നല്ല രീതിയിൽ മിറാക്കുലസ് ആയി തന്നെ നിങ്ങൾക്ക് സഫലമാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഒരുപാട് ലേഡീസിന് വളരെ ഇൻസ്പയറിംഗ് ആവുന്ന രീതിയിലായിരുന്നു മാഡത്തിന്റെ എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നേരത്തെ റൌഫ് സാർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഭാഗ്യം ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും. അതുകൊണ്ടാണ് ഇന്ന് സെലക്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അധികം കിട്ടാത്ത ഒരു ചീഫ് ഗസ്റ്റിനെയാണ് ഇനി ഒരു പ്രോഗ്രാമിൽ കിട്ടിയിട്ടുള്ളത്. നേരത്തെ റൌഫ് സാർ പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ആഴ്ചയിൽ 2.5 ലക്ഷം, മാസം 10 ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നിത് പറഞ്ഞ സമയത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അതൊക്കെ പോസിബിൾ ആണോ, അതൊക്കെ കിട്ടുമോ, അതൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രൗഡായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മറ്റാരുമല്ല, ഇന്ന് ഒരു മലയാളി ആയിരിക്കെ
കഴിഞ്ഞ 8 വർഷം മുമ്പ് സാധാരണ ഒരു ടീച്ചിങ് മേഖലയിൽ നിന്ന് ഈ ഒരു അവസരം ഏറ്റെടുത്ത് 8 വർഷം കൊണ്ട് ഈ ഒരു അവസരത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ, മാസം 10 ലക്ഷം രൂപക്ക് മുകളിൽ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തുകൊണ്ട്, ഗവൺമെന്റിന് കൃത്യമായിട്ട് ITR GST ഫയൽ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് 10 ലക്ഷം രൂപ വരുമാനം വാങ്ങി ടോട്ടൽ 5 കോടി രൂപ വരുമാനം വാങ്ങിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും മെന്റർ, ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആണ് ഈ കമ്പനിയുടെ വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള രാജേഷ് കുമാർ സാറിനെ ഈ നിമിഷത്തേക്ക് താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ രാജേഷ് കുമാർ, മലപ്പുറം ജില്ലക്കാരനാണ്. അറ്റ് പ്രസന്റ് കോഴിക്കോടാണുള്ളത്. വളരെ സന്തോഷം ഇത്രയധികം ആളുകളെ ഈ ഒരു സമയത്ത് ഒരുമിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും കാണാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. താങ്ക്സ് ടു ടെക്നോളജി. മേ ബി ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി പാരൻസ് ആയിട്ടുള്ള ആളുകൾ, ഇന്ന് സ്കൂൾ ഓപ്പൺ ചെയ്തതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ സ്കൂൾ അതിൻ്റെതായിട്ടുള്ള വിശേഷങ്ങളിലും ഒക്കെ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. എങ്കിലും അതിനിടയ്ക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തിയാൽ അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ ബൈ പ്രൊഫഷൻ അധ്യാപകനായിരുന്നു. ഒരുപാട് വർഷങ്ങളോളം ഹൈദരാബാദിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. മാന്യമായ ജോലിയാണെങ്കിലും എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട ആളുകൾ, നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് മാന്യമായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ആ വരുമാനത്തിൽ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു നോക്കുക, ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വരുമാനം ഉണ്ടാവുമോ? ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ, വരുമാനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയാൽ, ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരാ ഉള്ളത്? ഫിനാൻഷ്യലി അവർ സേഫ് ആണോ? ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ്. എനിക്ക് ഉത്തരം കിട്ടിയില്ല. ആ മേഖലകളിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഫ്യൂച്ചർ ലൈഫ് സേഫ് അല്ല എന്ന് മനസ്സിലായി. കാരണം ആരോഗ്യം സമ്മതിക്കുന്ന അത്രയും കാലം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഫാമിലി സേഫ് അല്ല. സോ ഫിനാൻഷ്യലി ഫാമിലിയെ സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുന്ന, പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് നടന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ്റെ മെൻറ്റർ, ഇൻഡസ് വിവയിലെ ദ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ, വിവ ഐക്കൺ ഓഫ് ദി ഇയർ 2024 മിസ്റ്റർ ജീവാനന്ദ് സാറിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തെ വിശ്വസിച്ച് ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2016 ജൂൺ മാസം 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ മാസം 16-ാം തീയതി ആകുന്ന സമയത്ത് 8 വർഷങ്ങൾ കംപ്ലീറ്റ് ആവും. സോ 8 വർഷങ്ങൾ കൊണ്ട് എന്താണ് ജീവിതത്തിലൊരു മാറ്റം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 20,000 രൂപ മാസ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു വെരി ഓർഡിനറി സ്കൂൾ അധ്യാപകനായിരുന്ന വ്യക്തി ഈ ഒരു 8 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ 5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 2 ലക്ഷം രൂപ സാലറി, 250 വർഷങ്ങളോളം ജോലി ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തിക വളർച്ച വെറും 8 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകൾക്കും ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇത് ജോലിയല്ല, ബിസിനസ്സാണ്. നാട്ടിൽ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്ത് മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. ബിസിനസ്സിലൂടെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഒരു വലിയൊരു ബിസിനസ് ഉണ്ടായാൽ മതി. 8 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിനെ ആ ഒരു റേഞ്ചിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇത് നിങ്ങളെ കൊണ്ടും സാധിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് മിസ്റ്റർ റൌഫ് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. റൈറ്റ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെൽനസ് പ്രോഡക്ട്സ്, പേറ്റന്റഡ് ആയിട്ടുള്ള
മൊണോപ്പൊളി ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് വെൽനസ് പ്രോഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ് ഇൻഡസ്വ നമുക്ക് തരുന്നത്. ഇന്റർനാഷണൽ ലൈസൻസ്. നമ്മൾ ചിലപ്പോൾ നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മീറ്റിംഗ് തന്നെ. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ഓർഗനൈസേഷനും വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തി വലുതാക്കാം. വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് എത്താം. പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വളരാൻ പറ്റും. റൈറ്റ്. ഒരു 2 to 3 or 4 years കൊണ്ട് വരുന്നൊരു 2 മുതൽ 4, 5 വർഷങ്ങൾക്കുള്ളിൽ സാധിക്കും. സോ ചോദ്യം, മേ ബി കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല വരുന്ന ഒരു 2, 3, 4, 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ ഇനിയും തുടർന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പറ്റുക? ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആകാൻ പറ്റുമോ? നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ? നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ? പേരൻസിന് ബെറ്റർ മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുമോ? അതിനൊക്കെയുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുമോ? ഉറപ്പുണ്ടെങ്കിൽ ആ മേഖല തന്നെ തുടർന്നോളൂ. ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റി ഇതൊരു ചാൻസാണ്. ഇത് മനസ്സിലാക്കി, ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി, ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മേഖല രാജ്യത്തിന് എത്രമാത്രം ഗുണപ്രദമാണ്, ഉപകാരപ്രദമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടും ഇന്ന് ഇന്ത്യയിൽ ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്, നോഡൽ അതോറിറ്റി ഉണ്ട്. എന്തുകൊണ്ട്? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഈ മേഖലയിലൂടെ സാധിക്കും. ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അധ്വാനിക്കാൻ തയ്യാറുള്ള, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്വാഗതം. തൊഴിലില്ലായ്മ പടിപടിയായിട്ട് ഇല്ലാതെയാക്കാൻ പറ്റും. സാധാരണക്കാർ സാമ്പത്തികമായിട്ട് വളരുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക മാന്ദ്യം പതുക്കെ ഇല്ലാതെയാക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകളാണ് സാമ്പത്തികമായിട്ട് ചെറുതും വലിയതുമായുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. രാജ്യത്ത് റിസഷൻ ഇല്ലാതെയാക്കാൻ ഈ മേഖലയുടെ സാധിക്കും. കൃത്യമായി എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, എല്ലാ മാസവും ഗവൺമെന്റിന് നികുതി കൊടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. 5 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയെങ്കിൽ ഗവൺമെന്റ് നികുതി കൊടുത്തുകൊണ്ടത് ഉണ്ടാക്കുന്നത്. ഓരോ മാസവും ഒരു 2-2.5 ലക്ഷം രൂപയോളം ടാക്സ് പേ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗവൺമെന്റിനെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. രാജ്യത്തിന് പുരോഗമനത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. വെറും ഒരു ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് ഞാനിതിനെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസണിന് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ സ്വയം ഉണ്ടാക്കാനും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതുവഴി നമ്മുടെ നാടിലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഫാമിലിയുടെ സേഫ്റ്റി. ആദ്യമായിട്ട് വന്നുള്ള ആളുകൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് രാത്രി ഫാമിലിയോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഒരു 1 മണി സമയത്ത് ഒന്ന് എണീറ്റിട്ട് സുഖമായി കിടന്നുറങ്ങുന്ന ഭാര്യയും മക്കളേക്ക് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ പാരൻസിനെ നോക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാനില്ലെങ്കിൽ ഇവർക്ക് ആരാ ഉള്ളത്? ഇവരെങ്ങനെ ജീവിക്കും? ആർ ദേ ഫിനാൻഷ്യലി സേഫ്? അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവർ സേഫ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി, ആ സേഫ്റ്റി കൊടുക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ ഫാമിലി സേഫാണ്. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും എൻ്റെ ബിസിനസ് നിൽക്കില്ല, കുടുംബത്തിലേക്കുള്ള വരുമാനം നിൽക്കില്ല, പ്രതിദിനം അത് കൂടുകയുള്ളൂ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി വരുന്ന 2-3 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരു ഡിസിഷൻ എടുത്താൽ മതി. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് മാറാനുള്ള ഒരു വിവേക ബുദ്ധി നിങ്ങൾ കാണിക്കുക. ഈ ഒരു ഓർഗനൈസേഷന്റെ, ഈ ഒരു വിവാഹ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്കും വരുന്ന ആളുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാല്യുബിൾ വേർഡ്സ്. വളരെ കൃത്യമായിട്ട് 8 വർഷത്തെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളും നമുക്ക് മുമ്പിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു. താങ്ക് യു സർ. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്.
ഇവിടെ നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കേട്ടു, ഈ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടു, പ്രോഡക്റ്റിനെ കുറിച്ചും അവസരത്തെ കുറിച്ചും ചെയ്തു വിജയിച്ച ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കേട്ടു. ഇനി തീരുമാനം എടുക്കേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളോ മൈൻഡ് ബ്ലോക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് അവസാനിച്ച ശേഷം നിങ്ങളെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായി കോൺടാക്ട് ചെയ്തിട്ട് അത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഇന്ന് തന്നെ നല്ലൊരു തീരുമാനം എടുക്കുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിഷ് ചെയ്യുന്നു. ഈ നാഷണൽ ആനന്ദത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.